കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അജണ്ട കൂടുതൽ വ്യക്തമാകുന്നു. ഒരു രാജ്യം ഒരു വികാരം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു. ആ വികാരം ഭയമെന്നതാകുമ്പോൾ ചോദ്യങ്ങൾ പുറത്തു വരാതാകും. അടിച്ചേൽപ്പിക്കുന്ന ഉത്തരങ്ങൾ ചലിക്കുന്നവരും പാവകളാക്കി മനുഷ്യരെ മാറ്റും. ഭാരതീയ ന്യായ സംഹിതയുടെ 152 വകുപ്പ് എന്ന വാളിന് മുന്നിൽ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറും വന്നത് യാദൃശ്ചികമാകാനിടയില്ല. അവരുടെ മാധ്യമപ്രവർത്തനം രഹസ്യമല്ല. അവരുയർത്തുന്ന ചോദ്യങ്ങൾ രാജ്യത്തിന്റെ കലുഷമായ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ട്. അവരുടെ നിലപാടതറയായ ദ വയർ എന്ന മാധ്യമ സ്ഥാപനം ജനപക്ഷം എന്ന പ്രതിപക്ഷത്തിന്റെ ഉച്ചഭാഷിണിയാണ്. ആസാം പോലീസിലെ ഇൻസ്പെക്ടർ സൗമർ ജ്യോതി റേബിയൻസ് 152 രാജ്യദ്രോഹം, 196 മതം, വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഈ 2 മാധ്യമപ്രവർത്തകർക്കും നൽകിയ സമൻസിൽ നിന്ന് പിറകോട്ട് സഞ്ചരിച്ചാൽ 2007 ഒരു അഭിമുഖത്തിലെത്തും. വെറും 3 മിനിറ്റിൽ അവസാനിച്ച ആ അഭിമുഖത്തിനൊടുവിൽ കുടിച്ച വെള്ളത്തിന്റെ കയ്പാണ് വർഷങ്ങൾക്കിപ്പുറം പല രൂപത്തിൽ തികട്ടി വരുന്നത്. ആ അഭിമുഖത്തിലെ ചോദ്യങ്ങൾ കരൺ ഥാപ്പറുടേതായിരുന്നു. അടിതെറ്റി വീണ് വെള്ളം കുടിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. മോദി കൂടുതൽ ഉയർന്ന പദവിയിലെത്തി. കരൺ ഥാപ്പർ പദവി മാറാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. 2017 സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറും ചേർന്ന് ദ വയറിൽ ഇതേ അഭിമുഖത്തിന്റെ ഓർമ്മ പുതുക്കലും നടത്തി. പരസ്പര ബന്ധമുണ്ടാകാനിടയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം ആസാം പോലീസിന്റെ സമൻസാണ്. ഇന്ന് ഗോഹട്ടിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് കരൺ ഥാപ്പറിനും സിദ്ധാർത്ഥ് വരദരാജനുമുള്ള നിർദ്ദേശം. ചോദ്യം ചെയ്യാൻ വ്യക്തമായ കാരണമുണ്ടെന്നും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് സമൻസിലുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കേസിന് ആധാരമെന്നാണ് കരുതുന്നത്. സമൻസ് അയച്ച രീതിയിൽ തന്നെയുണ്ട് നിയമലംഘനം. എഫ്ഐആറിന്റെ തീയതിയില്ല, ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളില്ല, കൂടാതെ എഫ്ഐആറിന്റെ പകർപ്പുമില്ല എന്നൊക്കെ ദ വയർ വ്യക്തമാക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയുടെ ഈ വകുപ്പ് പ്രകാരം സമൻസ് നൽകുമ്പോൾ പോലീസ് നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങളാണത്. അടുത്തത് അതിലും ഗുരുതരമാണ്. ജൂലൈയിൽ ആസാമിലെ മുറിഗാവിൽ രജിസ്റ്റർ ചെയ്ത സമാനമായ മറ്റൊരു കേസിനോടനുബന്ധിച്ച് പുതിയ രാജ്യദ്രോഹ നിയമത്തിന്റെ സെക്ഷൻ 152 ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്ത് ദ വയർ സമർപ്പിച്ച ഹർജിയിൽ സിദ്ധാർത്ഥ് വരദരാജനും ദ വയറിലെ മാധ്യമപ്രവർത്തകർക്കും സുപ്രീം കോടതി സംരക്ഷണം പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ഈ കേസ് ഉത്ഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് പുല്ലുവില. രാജ്യത്തെ ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങളെയും വരുതിയിലാക്കിയതിനാൽ ഭരണകൂട അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ വിരലിലെണ്ണാവുന്ന മാധ്യമപ്രവർത്തകരും സ്ഥാപനങ്ങളുമേ ബാക്കിയുള്ളൂ. അവരെ കൂടി നിശബ്ദമാക്കുകയാണ് ലക്ഷ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണകൂടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ തുറുങ്കിലടയ്ക്കാൻ കൊണ്ടുവന്ന IPC 124A വകുപ്പ് പൊളിച്ചെഴുതി നവഭാരതത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചെന്ന് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട 152 വകുപ്പ്. അത് പഴയ വകുപ്പിനേക്കാൾ ജനാധിപത്യ വിരുദ്ധവും ദുരുപയോഗ സാധ്യതയുള്ളതും അപകടകരവുമാണെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. സെക്ഷൻ 124A ഇന്ത്യയിൽ നിയമത്താൽ സ്ഥാപിതമായ സർക്കാർ എന്നതിന് പകരം പുതിയ 152 വകുപ്പിൽ ഇന്ത്യ എന്ന് ഉപയോഗിച്ചത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നതാണ്. നിയമത്താൽ സ്ഥാപിതമായ സർക്കാർ എന്നത് ഭരണകൂടത്തെ സൂചിപ്പിക്കുന്ന വ്യക്തമായ സ്ഥാപനമാണ്. എന്നാൽ ഇന്ത്യ എന്നത് വളരെ അമൂർത്തമായ ആശയമാണ്. ഇന്ത്യ എന്ന വാക്ക് കേവലം സർക്കാരിനെ മാത്രമല്ല, ദേശീയ സ്വത്വം, സംസ്കാരം, ഐക്യം എന്നിവയെക്കുറിച്ചുള്ള അമൂർത്തമായ സങ്കല്പത്തെ കൂടി ഉൾക്കൊള്ളുന്നു. ഇത് സർക്കാരിന്റെ ക്രമസമാധാനം നിലനിർത്താനുള്ള ബാധ്യതയെ നേരിട്ട് ബാധിക്കാത്ത പ്രവർത്തനങ്ങളെയോ അഭിപ്രായ പ്രകടനങ്ങളെയോ ക്രിമിനൽ കുറ്റമാക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 152 ഈ വിപുലീകരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാകും എന്ന ആശങ്കയുമുണ്ട്. ഈ മാറ്റം സർക്കാരിനെതിരെയുള്ള വിമർശനവും രാജ്യത്തിനെതിരെയുള്ള വിമർശനവും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാക്കി നിയമപരമായി സാധുവാകാൻ സാധ്യതയുള്ള പല അഭിപ്രായ പ്രകടനങ്ങളെയും രാജ്യദ്രോഹമായി കണക്കാക്കാനിടയാക്കും. സെക്ഷൻ 124A കീഴിൽ രാജ്യദ്രോഹത്തെ ശ്രദ്ധാപൂർവ്വം വ്യാഖ്യാനിച്ച് അത് യഥാർത്ഥ ക്രമസമാധാന ഭീഷണികളിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ ജുഡീഷ്യറി ഇതുവരെ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് പുതിയ വകുപ്പുമാറ്റമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബഹുസ്വര ഇന്ത്യ എന്ന ആശയത്തെ നിയമക്കുരുക്കാക്കി പൗരന്മാരുടെ തലയ്ക്ക് ചുറ്റും ചുഴറ്റി ഭീഷണി സൃഷ്ടിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്ന രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യത്തെ തച്ചുടയ്ക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് മുന്നിൽ നാം കുറ്റവാളികളായി തലകുനിച്ചു തന്നെ നിൽക്കേണ്ടി വരും.